തലസ്ഥാന നഗരിയിൽ മതസൗഹാർദ്ദത്തിന്റെ ഒത്തുചേരൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, പാളയം. കാരണം ഇവിടെ പള്ളിയും മസ്ജിദും അമ്പലവും എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഒരു വൈറൽ പ്രസംഗം ഉണ്ടായിരുന്നു. നമ്മുടെ പാളയം ഇമാം വലിയ രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ പൊങ്കാല ഇടാൻ വരുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വാതിലുകൾ, മസ്ജിദിൻ്റെ വാതിലുകൾ തുറന്നു നൽകുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. തിരുവനന്തപുരത്ത് പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഡ്യൂട്ടിയിലുള്ള ആദ്യ പൊങ്കാലയാണ്. അപ്പം ഇത്തരം ഒരു വലിയൊരു സംഭവം ഇവിടെ നടക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയായി കരുതുന്നു. നമുക്ക് ഇവിടെ അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവരും അവരുടെ അനുഭവം എന്താണ്, ഈ പള്ളി തുറന്നു നൽകി ഇപ്പം അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇത് ശോഭയമ്മ തലശ്ശേരിയിൽ നിന്ന് ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നതാണ്. നമുക്ക് അമ്മയുടെ അനുഭവം ഒന്ന് ചോദിച്ചു നോക്കാം. അടിപൊളിയായിരുന്നു. അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ഇടാൻ ആഗ്രഹിച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഈ പ്രാവശ്യമാണ് പൊങ്കാല ഇടാൻ പറ്റിയത്. വളരെ സന്തോഷം. അതുപോലെ ഈ പള്ളിമുറ്റത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം കണക്കാക്കാം. അതെ, അത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമ്പലവും പള്ളിയും മസ്ജിദും എല്ലാം ഒരേ കണക്കിന് തന്നെ നിൽക്കുന്നതാണ്. ഇതൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നുന്നുണ്ടോ? കൗതുകമല്ല, ഒരു എന്താ പറയേണ്ടത്, നമുക്ക് ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. സംതൃപ്തിയേക്കാളും ഭയങ്കര ഒരു സ്പിരിച്വലായിട്ടും അല്ല. അതെ, ഒരു പള്ളിമുറ്റത്ത് വന്ന് ഇങ്ങനെ നിന്ന് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും കയറി ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, അത് നമുക്കൊരു നമ്മൾ മലയാളികൾക്കൊരു പാടാണിത് അല്ലേ, പഠിക്കാനുള്ളൊരു അറിയാനുള്ളൊരു സന്ദർഭമാണ്. ഞാൻ ലളിത. ഒരുപാട് നാളായി ആഗ്രഹിച്ചതാണ് പൊങ്കാല ഇടണമെന്ന്. ഇന്ന് ഈ പ്രാവശ്യം സാധ്യമായത്. വളരെ സഹകരണവും തിരുവനന്തപുരം ആൾക്കാർ വളരെ സൗഹാർദ്ദപരമായി ഇവിടെയുള്ള ഒരു മേഡാണ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞങ്ങൾ പൊങ്കാലയിട്ടത്. വളരെ സന്തോഷം. നമ്മുടെ നാട്ടിൽ ഈ മതസൗഹാർദ്ദം എന്നും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും കലഹങ്ങളും ബഹങ്ങളും ഉള്ള സമയത്ത് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉത്തമമായ ഉദാഹരണം ഇവിടെ കാണാൻ പറ്റും. അതാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സംഭവിക്കുന്നത്. ഉത്തമമായ ഉദാഹരണം തന്നെയാണ്. ഇതാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി കൂടെയാണ്. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? 5 വർഷം ഇടുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ ഇടുന്നത്? സ്ഥിരമായിട്ട് പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇടുന്നത്. എല്ലാ വർഷവും ഇതുപോലെ പള്ളിയിൽ ഇങ്ങനെ വന്ന് വിശ്രമിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? പറ്റുന്നുണ്ട്. ഭക്ഷണം കഴിക്കാം, ബാത്റൂമിൽ പോവാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ വട്ടം ഭയങ്കര വൈറലായിരുന്നു ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതൊക്കെ കേട്ട് കാണുമല്ലോ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ലൊരു കാര്യമല്ലേ. ഇപ്പം ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തെക്കുറിച്ച് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ഇവിടുത്തെ ഉസ്താദിൻ്റെ ആ ഒരു സംഭാഷണങ്ങളെല്ലാം അതുകൊണ്ടായിരിക്കും അത്രയും വൈറലായത്. നല്ലൊരു കാര്യമല്ലേ. കേരള സ്റ്റോറി അത് അനുകൂലിക്കുന്നുണ്ടോ അതിനെ? ഇല്ല ഇല്ല ഇല്ല. അമ്മ എവിടുന്നാ വരുന്നേ? ഞാൻ കല്ലറ. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നു? ഞാൻ ഇവിടെ 10-40 വർഷം കൊണ്ടൊക്കെ പോകാം. 40 മുമ്പോട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഈ പരിസരത്ത് ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ഞാൻ 3-4 വർഷം കൊണ്ട് ഇവിടെ തന്നെ ഇടുന്നത്. ഇവിടെ ഇതുപോലെ ഇതിന് മുന്നേ പള്ളിയൊക്കെ തുറന്ന് തന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? പൊങ്കാല സമയത്ത് എപ്പോഴും ഇങ്ങനെ തന്നല്ലോ. എല്ലാ പള്ളിയിലും എല്ലായിടവും സൗകര്യമുണ്ട്. പള്ളി ആയാലും അമ്പലമായാലും വീടുകളായാലും എല്ലായിടവും സൗകര്യമുണ്ട്. പൊങ്കാലയിലന്ന് എല്ലാ സൗകര്യങ്ങളും എല്ലാവരും ചെയ്തു തരും. ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നില്ല? തന്നെ ഭാഗ്യമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇപ്പോഴും വരാൻ പറ്റണം. എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? ഈ മുൻകാലങ്ങളിൽ വന്നിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം? അനുഭവമൊക്കെ നല്ല അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതാണല്ലേ എല്ലാ കൊല്ലവും വരണമെന്ന് തോന്നണത്. ഒരു വർഷം പോയാൽ പിറ്റേന്നും പോകണമെന്ന് തോന്നണത്. അമ്മ ഇവിടെ എത്തിക്കുമല്ലേ എല്ലാ കൊല്ലവും? നമുക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏത് വിധേന ഇവിടെ എത്തും. വയ്യാന്ന് പറഞ്ഞിരുന്നാലും ആ സമയമാകുമ്പോൾ അറിയാതെ ഇനി വന്നു പോകും. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ വർഷം തോറും വന്ന് 10-15 വർഷം കൊണ്ട് വന്ന് പൊങ്കാല ഇടുന്നു. ആ വർഷം അപ്പോഴാകുമ്പോഴത്തേക്ക് നമ്മൾ വരാനായിട്ടുള്ള താല്പര്യം തോന്നും, വരും. നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ തന്നെ വരണത്. നമുക്ക് നല്ല സംതൃപ്തിയാണ് പൊങ്കാല ഇട്ടതിൽ. നമ്മൾ താന്നിമൂട് എന്ന സ്ഥലത്തു നിന്നാണ് വരണത്. നമ്മൾ ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. നമ്മളെല്ലാം പൊങ്കാലയിട്ട് പിന്നെ മണ്ടപ്പുറ്റിട്ട് എല്ലാം ഇട്ട് നമ്മൾ ചോറുമൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. ഇത് തളിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ്. തളിക്കാനുള്ള ഒരു കാത്തിരിപ്പോട് കൂടി തളിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ നാടുകളിൽ പോകാനായിട്ട് ഇരിക്കുകയാണ്.